വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ 6th സെമസ്റ്ററിൻ്റെ പേപ്പറായിട്ടുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് വീഡിയോകളിൽ നമ്മൾ 6th സെമസ്റ്റർ ബികോമിൻ്റെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഇൻ്റർനാഷണൽ ബിസിനസ്, മോഡേൺ ബാങ്കിങ് ഇതിൻ്റെയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഈ ജൂൺ 15 ശേഷം നമ്മുടെ എക്സാമുകൾ, ഫൈനൽ ഇയറിൻ്റെ എക്സാമുകൾ നടക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ സൂചന. അപ്പോൾ തീർച്ചയായിട്ടും ജൂൺ 3rd വീക്ക് അല്ലെങ്കിൽ 4th വീക്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫൈനൽ ഇയർ എക്സാം നടക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠനം അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഊന്നൽ കൊടുത്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സ്ട്രെസ് കൊടുത്തിട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ പോലെ തന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഏതൊക്കെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിലാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ആൻസേഴ്സും പറയാന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്നിരുന്നാലും മാക്സിമം പറ്റാവുന്ന രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് ലോങ് ടേം സെക്യൂരിറ്റീസ് ആണ്. ലോങ് ടേം സെക്യൂരിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയാം. അപ്പോൾ അതിൽ ഇക്വിറ്റി ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ് ഇതൊക്കെയാണ് ലോങ് ടേം സെക്യൂരിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സോ ഈ ലോങ് ടേം സെക്യൂരിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റിനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റൻ ആണ് വാട്ട് ഈസ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്. ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ ബിൽസ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇത്തരം ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. സോ അതാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതേപോലെ തന്നെ മറ്റൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആണ് വാട്ട് ഈസ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വാട്ട് ഈസ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റിനെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുക, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് സിംപ്ലി പറയാം. ഒരു സെക്യൂരിറ്റി നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെ നമുക്ക് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയാം. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വാട്ട് ഈസ് അസെറ്റ് ബേസ്ഡ് സെക്യൂരിറ്റീസ്. വാട്ട് ഈസ് അസെറ്റ് ബേസ്ഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ വാട്ട് ഈസ് മ്യൂച്വൽ ഫണ്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് നമുക്കറിയാവുന്നതാണ്. ഈ സ്മോൾ ഇൻവെസ്റ്റേഴ്സിനെ കൂടെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്, സെക്യൂരിറ്റിയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ക്രെഡിറ്റ് സിൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ക്രെഡിറ്റ് സിൻഡിക്കേഷൻ. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ക്രെഡിറ്റ് റേറ്റിംഗ്. എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ക്രെഡിറ്റ് റേറ്റിംഗ്? അപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കമ്പനി എത്രമാത്രം ക്രെഡിറ്റ് വർത്തിനെസ് ആ കമ്പനിക്ക് ഉണ്ട്. ഒരു കടം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാനുള്ള എത്രമാത്രം ആ ഒരു കമ്പനിക്ക് കപ്പാസിറ്റി ഉണ്ട്. സോ അത് മെഷർ ചെയ്യുന്നതിനാണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയും. അപ്പോൾ വാട്ട് ഈസ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് കുറേ ഉണ്ട്. ഇപ്പം അതിൽ പെട്ടതാണ് ക്രിസിൽ, ഇക്ര, ഒനിക്ര, കെയർ. ഇതൊക്കെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണ്. അപ്പോൾ ഈ ഏജൻസീസിന്റെ എക്സ്പാൻഷൻ ചോദിക്കാം. അപ്പം ക്രിസിൽ എന്താണ്? എക്സ്പാൻഡ് ക്രിസിൽ. ക്രിസിൽ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്.
അതുപോലെ തന്നെ ഇക്ര എന്ന് പറയുന്ന മറ്റൊരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ഇക്ര എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതുപോലെ തന്നെ കെയറിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ക്രെഡിറ്റ് അനാലിസിസ് ആൻഡ് റിസർച്ച് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിന്റെ ഫുൾ ഫോം, എക്സ്പാൻഷൻ, ഇങ്ങനെയും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ടി ബിൽ മാർക്കറ്റ്. ടി ബിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ട്രഷറി ബിൽ മാർക്കറ്റിനെയാണ് ടി ബിൽ മാർക്കറ്റ് എന്ന് പറയാം. മറ്റൊരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് കോൾ മണി മാർക്കറ്റ്. കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്, കോൾ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മണി മാർക്കറ്റ് സെക്യൂരിറ്റീസിൽ വരുന്ന വളരെ ഷോർട്ട് ടേം പീരീഡിലേക്കുള്ള സെക്യൂരിറ്റിയാണ്. അതായത് അതിന് മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസമൊക്കെ ആയിരിക്കും. വളരെ കുറഞ്ഞ മെച്യൂരിറ്റി പീരീഡുള്ള സെക്യൂരിറ്റീസ് ആണ് കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റൻ ആണ് വാട്ട് ഈസ് വെഞ്ചർ ക്യാപിറ്റൽ. ദെൻ വാട്ട് ഈസ് സീഡ് ക്യാപിറ്റൽ, അനദർ ക്വസ്റ്റ്യൻ, സീഡ് ക്യാപിറ്റൽ. Then next one is what is blue chip securities. Then മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് what is portfolio management. Then മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് what is derivative. അതേപോലെ തന്നെ അതിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡെറിവേറ്റീവ്സിന്റെ ടൈപ്സ്. വാട്ട് ഈസ് ഡെറിവേറ്റീവ്സ് എന്നുള്ളത് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയി ചോദിക്കാം. അപ്പോൾ ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സിൽ വരുന്നതാണ് ഫോർവേഡ് മാർക്കറ്റ്, ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ്സ്, ഓപ്ഷൻ മാർക്കറ്റ്, സ്വാപ്സ്. അപ്പൊ ഇത് ഓരോന്നും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓരോ ഡെറിവേറ്റീവും ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയി ചോദിക്കാം. അതായത് വാട്ട് ഈസ് ഫോർവേഡ് മാർക്കറ്റ്, വാട്ട് ഈസ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ്, വാട്ട് ഈസ് ഓപ്ഷൻ മാർക്കറ്റ്, വാട്ട് ഈസ് സ്വാപ്സ്. ഓക്കെ. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വാട്ട് ഈസ് റിപ്പോ റേറ്റ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡെപ്പോസിറ്ററി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ വരുന്നതാണ് BSE അതുപോലെ തന്നെ NSE. രണ്ട് പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. എക്സ്പാൻഷൻ ഓഫ് BSE, എക്സ്പാൻഷൻ ഓഫ് NSE. BSE എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. NSE എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പാൻഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വാട്ട് ഈസ് റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലവിലുള്ള കമ്പനി, എക്സിസ്റ്റിംഗ് കമ്പനി പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഓഫർ ചെയ്യുകയാണെങ്കിൽ അതിനാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയാം. അപ്പം നിലവിലുള്ള ഒരു കമ്പനിയാണ്, അപ്പോൾ ആ കമ്പനി പുതുതായിട്ട് ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആദ്യം എന്ത് ചെയ്യുന്നു, അതിൻ്റെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഓഫർ ചെയ്യുന്നു. സോ അതിനെയാണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ എന്ന് പറയാം. അതുപോലെ തന്നെ വരുന്നതാണ് വാട്ട് ഈസ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനെയാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു ക്യാഷും നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ഓഫ് കോസ്റ്റിന് കൊടുക്കുന്ന ഷെയർസ് ആണ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്വെറ്റ് ഇക്വിറ്റി എന്നുള്ളതാണ്. സ്വെറ്റ് ഇക്വിറ്റി എന്താ പറയുക, വിയർപ്പ് ഓഹരി എന്നൊക്കെ പറയും. അപ്പം ഇത് എന്താണ്, ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ടു എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി. ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ടു എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി എന്നുള്ളതാണ് സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഡയറക്ടേഴ്സിനോ കമ്പനീൻ്റെ എംപ്ലോയീസിനോ ഡിസ്കൗണ്ട് പ്രൈസിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറയാം. ഓക്കെ. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ബുക്ക് ബിൽഡിംഗ്. വാട്ട് ഈസ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു സെക്യൂരിറ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 10 രൂപേന്റെ ഷെയർ ആണെങ്കിൽ നമ്മൾ ആ 10 രൂപ എന്ന് ഫിക്സ് ചെയ്തത് ഒരു പ്രോസസ്സിലൂടെയാണ് അത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു പ്രോസസ്സാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനി അതിന്റെ സെക്യൂരിറ്റി ഷെയർസ് ആദ്യമായിട്ട് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഒരു കമ്പനി അതിന്റെ ഷെയർസ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അല്ലെങ്കിൽ IPO എന്ന് പറയും. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡീമെറ്റീരിയലൈസേഷൻ. ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഷെയർ സർട്ടിഫിക്കറ്റിനെ, ഫിസിക്കൽ ഫോമിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റിനെ ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഫിസിക്കൽ ഫോമിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റിനെ ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീമെറ്റീരിയലൈസേഷൻ. അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്
റീമെറ്റീരിയലൈസേഷൻ. വാട്ട് ഈസ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്? റീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഫോമിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റിനെ ഫിസിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇലക്ട്രോണിക് ഫോമിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റിനെ തിരിച്ച് ഫിസിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫൈനാൻഷ്യൽ സർവീസസ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫൈനാൻഷ്യൽ സർവീസസ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? അപ്പോൾ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽ സർവീസസ് ഏതൊക്കെയാണ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാക്ടറിംഗ് ആൻഡ് സെക്യൂരിറ്റൈസേഷൻ? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാക്ടറിംഗ് ആൻഡ് സെക്യൂരിറ്റൈസേഷൻ? അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ? വെഞ്ചർ ക്യാപിറ്റൽ എന്താണ്, അതുപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റലിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വളരെ റിസ്കി ആയിട്ടുള്ള സെക്യൂരിറ്റീസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റിസ്കി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് പ്രൈമറി മാർക്കറ്റ്? വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് പ്രൈമറി മാർക്കറ്റ്? അതുപോലെ തന്നെ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് പ്രൈമറി മാർക്കറ്റ്? വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് പ്രൈമറി മാർക്കറ്റ്? ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പ്രൈമറി മാർക്കറ്റ് എന്നുള്ള ഒരു പാരഗ്രാഫ് ക്വസ്റ്റൻ ആണ്. അതുപോലെ തന്നെ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്ന മറ്റൊരു പാരഗ്രാഫ് ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റൻ ആണ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ്? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് എന്നുള്ളത് നമ്മൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ടൈപ്സിൽ നമ്മൾ പറഞ്ഞു മെയിനായിട്ട് വരുന്നത് ഫോർവേഡ് മാർക്കറ്റ്, ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ്, ഓപ്ഷൻ മാർക്കറ്റ്, സ്വാപ്സ് മാർക്കറ്റ്. ഇങ്ങനെ 4 ഡെറിവേറ്റീവ്സ് ആണ് പ്രധാനമായിട്ട് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്? അതേപോലെ തന്നെ വരുന്ന ക്വസ്റ്റൻ ആണ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മണി മാർക്കറ്റ്? ഓക്കെ, അപ്പം നിങ്ങൾ ഫങ്ഷൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റും ഫങ്ഷൻസ് ഓഫ് മണി മാർക്കറ്റും അത് പ്രധാനപ്പെട്ട മറ്റൊരു പാരഗ്രാഫ് ക്വസ്റ്റൻ ആണ്. ദെൻ മറ്റൊന്നാണ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ്? ക്രെഡിറ്റ് റേറ്റിംഗ് നമ്മൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റനിൽ പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ്? അതേപോലെ മറ്റൊരു ക്വസ്റ്റൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫാക്ടറിംഗ് ആൻഡ് ഫോർഫെയ്റ്റിംഗ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫാക്ടറിംഗ് ആൻഡ് ഫോർഫെയ്റ്റിംഗ്. ഫാക്ടറിങ്ങും ഫോർഫെയ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണ്. പിന്നെ മറ്റൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്? മ്യൂച്വൽ ഫണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണ്. അതുപോലെ തന്നെ ഇതിൽ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ടും നിങ്ങൾക്ക് ചോദിക്കാം. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്? അപ്പം ഇത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം, എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ് മ്യൂച്വൽ ഫണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. പിന്നെ മറ്റൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. പിന്നെ മറ്റൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്? ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് നമ്മൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഈ ലിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കമ്പനീസ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണെന്നുള്ളത് ഒരു പാരഗ്രാഫ് ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റൻ ആണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മെർച്ചന്റ് ബാങ്കിങ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മെർച്ചന്റ് ബാങ്കിങ് സർവീസസ്. മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡിങ് ബോത്ത് ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് സർവീസസ് എന്നുള്ളതാണ്. അപ്പോൾ ബാങ്കിങ് സർവീസസ് മാത്രമല്ല നോൺ ബാങ്കിങ് സർവീസസും കൂടി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നമുക്ക് മെർച്ചന്റ് ബാങ്കിങ് എന്ന് സിംപ്ലി പറയാം. ഓക്കെ, അപ്പം മെർച്ചന്റ് ബാങ്കിങ്ങിനെ കുറിച്ചുള്ള ഒരു നോട്ട്
ബ്രീഫ് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്ന ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എസ്എ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ എസ്എ ക്വസ്റ്റ്യനിൽ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ആൻഡ് റോൾ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ആൻഡ് റോൾ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫങ്ഷൻസ് ആൻഡ് റോൾ എന്താണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കണം. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഇന്നവേറ്റീവ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇന്നവേറ്റീവ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ഒരുപാട് ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് ബാങ്കിങ്ങിൽ. സോ ഏതൊക്കെയാണ് ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. Then what are the components of Indian financial system? What are the components of Indian financial system? ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് what are the components of Indian financial system? ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ ഉള്ള കോമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റോൾ ഓഫ് സെബി ഇൻ റെഗുലേറ്റിംഗ് ക്യാപിറ്റൽ മാർക്കറ്റ്. വാട്ട് ആർ ദ റോൾ ഓഫ് സെബി ഇൻ റെഗുലേറ്റിംഗ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ മണി മാർക്കറ്റ്, അപ്പം ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അപ്പം എന്താണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെ അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതിൽ സെബിക്കുള്ള റോള് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് റോൾ ഓഫ് സെബി ഇൻ റെഗുലേറ്റിംഗ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മ്യൂച്വൽ ഫണ്ട്. വാട്ട് ഈസ് മ്യൂച്വൽ ഫണ്ട്? ഡിസ്കസ് ഇറ്റ്സ് സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. മ്യൂച്വൽ ഫണ്ട്, സ്ട്രക്ചർ ഓഫ് മ്യൂച്വൽ ഫണ്ട്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. ഇതാ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതേപോലെ തന്നെ എസ്എ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മ്യൂച്വൽ ഫണ്ട്, സ്ട്രക്ചർ ഓഫ് മ്യൂച്വൽ ഫണ്ട്, അതുപോലെ തന്നെ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഡിഫെക്ട്സ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. വാട്ട് ആർ ദ ഡിഫെക്ട്സ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. ഇന്ത്യൻ മണി മാർക്കറ്റിന്റെ ഡിഫെക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു എസ്എ ക്വസ്റ്റ്യൻ ആണ് മെത്തേഡ്സ് ഓഫ് ട്രേഡിംഗ് ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ട്രേഡിംഗ് ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ട്രേഡിംഗ് ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഇത്രയാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസുമായി ബന്ധപ്പെട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന എസ്എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പ്രീവിയസ് വർഷങ്ങളിൽ 4-5 വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ പല ക്വസ്റ്റ്യൻസും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും നന്ദി, നമസ്കാരം.